പാലക്കാട് 9ാം ക്ലാസ് വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിഷേധം. കണ്ണടി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അധ്യാപികയ്ക്കെതിരെ പ്രതിഷേധിച്ചത്. അധ്യാപിക രാജിവെക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു. രാജേഷ്, അധ്യാപിക രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത്. എന്നാൽ സ്കൂളിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു പിഴവും സംഭവിച്ചിട്ടില്ല എന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ഈ 14-കാരൻ അർജുൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ സ്കൂളിലേക്ക് ഒരു ഉപരോധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രധാന അധ്യാപികയെ ഉപരോധിക്കുന്നൊരു സാഹചര്യം കൂടി നിലവിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഈ സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികളും ഇപ്പോൾ പ്രതിഷേധമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ അധ്യാപികയായിട്ടുള്ള ക്ലാസ്സിലെ അധ്യാപിക ആശയെ പിരിച്ചുവിടണമെന്ന ആവശ്യം മുൻനിർത്തിയാണ് ഇപ്പോൾ വിദ്യാർത്ഥികളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ അർജുനെ വീട്ടിലെ കിടപ്പുമുറിയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. യൂണിഫോം പോലും മാറാതെയായിരുന്നു ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ക്ലാസ്സിലെ ആശ എന്ന അധ്യാപികയ്ക്കെതിരെ ഗുരുതര ആരോപണമാണ് നിലവിൽ ഇപ്പോൾ ഈ കുടുംബം ആരോപിക്കുന്നത്. അതുതന്നെയാണ് ഈ പ്രതിഷേധത്തിലേക്കുള്ള മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ 4 വിദ്യാർത്ഥികൾ സമൂഹ മാധ്യമങ്ങളിൽ പരസ്പരം തെറ്റായ സന്ദേശങ്ങൾ അയച്ചു എന്നാരോപിച്ചായിരുന്നു കുട്ടിയെ ഈ അധ്യാപിക ശാസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ വിദ്യാർത്ഥിയെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് സ്കൂളിൽ ഉണ്ടായിട്ടുള്ളതെന്നാണ് ഇപ്പോൾ ഈ രക്ഷിതാക്കൾ പറയുന്നത്. ഈ രക്ഷിതാക്കളടക്കം കൂട്ടി മീറ്റിംഗ് അടക്കമുള്ള സംഘടിപ്പിച്ചിരുന്നു. ഇതിൽ മനംനൊന്താണ് ഈ വിദ്യാർത്ഥി ജീവനൊടുക്കാനുള്ള കാരണമെന്നാണ് ഇപ്പോൾ മാതാപിതാക്കൾ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേസമയം തന്നെ ഈ മാതാപിതാക്കളുടെ ഗുരുതര ആരോപണം നിഷേധിക്കുകയാണ് മാനേജ്മെന്റ് അല്ലെങ്കിൽ പ്രധാന അധ്യാപിക. അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും അല്ലെങ്കിൽ കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങളൊന്നും ഈ സ്കൂളിൽ നടന്നിട്ടില്ലെന്നാണ് ഈ പ്രധാന അധ്യാപിക പറയുന്നത്. കുട്ടി ജീവനൊടുക്കാനുള്ള സംഭവങ്ങളൊന്നും അന്ന് അവിടെ നടന്നിട്ടില്ലായിരുന്നു. ഈ കുട്ടിയുടെ TC വാങ്ങി മറ്റൊരു സ്കൂളിലേക്ക് മാറ്റാൻ ഈ മാതാവ് തീരുമാനപ്പെടുത്തിയിരുന്നു. ഇത് കുട്ടിയെ മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു എന്നതാണ് ഇപ്പോൾ പ്രധാന അധ്യാപിക പറയുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്.